dear students, silent prayer. Today's topic is kinds of quadrilaterals. Based on the nature of sides or angles, quadrilaterals get special names. That is trapezium, parallelogram, rhombus, kite, square, rectangle, etc. Quadrilateral പല നെയിംസിൽ സ്പെഷ്യൽ നെയിംസിൽ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈഡ്സിൻ്റെ സ്പെഷ്യാലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ആംഗിൾസിൻ്റെ സ്പെഷ്യാലിറ്റി അനുസരിച്ചാണ് ഈ നെയിംസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കൈൻഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് മീൻ ബൈ ക്വാഡ്രിലാറ്ററൽ? ഓൾ ഓഫ് യു നോ ക്വാഡ്രിലാറ്ററൽ ഈസ് എ ഫോർ സൈഡഡ് പോളിഗൺ. ഫോർ സൈഡുള്ള പോളിഗണിന്റെ നെയിമാണ് ക്വാഡ്രിലാറ്ററൽ. First special quadrilateral is a trapezium. Trapezium is a special type of quadrilateral with a pair of parallel sides. For example, these three pictures represents trapezium. What is its speciality? A pair of parallel sides. What is mean by parallel sides? Two lines not meet anywhere. That is parallel lines or parallel line segments. Okay, so two lines ഒരിടത്തും മീറ്റ് ചെയ്യാത്തതാണ് പാരലൽ. അപ്പൊ അങ്ങനെ പാരലൽ ആയിട്ട് പോകുന്ന വൺ പെയർ ഓഫ് സൈഡ്സ് ആണ് ട്രപ്പീസിയത്തിന്റെ സ്പെഷ്യാലിറ്റി. ഇപ്പൊ ഈ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നതാണ് പാരലൽ സൈഡ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് ഫിഗർ ദീസ് ടു സൈഡ്സ് ആർ parallel and in this figure these two sides are parallel. Here these two sides are parallel. So what is the speciality of a trapezium? One pair of parallel sides. Okay, any doubt? These two are parallel or not? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടോ ഇനി ഇത് രണ്ടും പാരലൽ ആയിരിക്കുമോന്ന്? അങ്ങനെ വല്ലതും തോന്നിക്കഴിഞ്ഞാൽ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇതിങ്ങനെ പോയി മീറ്റ് ചെയ്യും ഇല്ലേ? അപ്പൊ അങ്ങനെ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ടു സൈഡ്സ് പാരലൽ അല്ല. ദീസ് ടു സൈഡ്സ് ആർ പാരലൽ. അതുപോലെ തന്നെയാണ് ഇതിനും ടു സൈഡ്സ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ എവിടെയെങ്കിലും വെച്ച് ഒന്ന് മീറ്റ് ചെയ്യും. അപ്പൊ മീറ്റ് ചെയ്യുന്നതൊന്നും പാരലൽ അല്ല. സോ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ ട്രപ്പീസിയം? വൺ പെയർ ഓഫ് പാരലൽ സൈഡ്സ്. ഓക്കെ, നൗ നെക്സ്റ്റ് ടൈപ്പ് ഈസ് എ കൈറ്റ്. K-I-T-E, kite. A quadrilateral with exactly two distinct pairs of equal consecutive sides. What is the speciality of a kite? A quadrilateral with exactly two distinct pairs of equal consecutive sides. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്, ഫോർ സൈഡഡ് ഫിഗർ ആണ്. ഇനി അതിനകത്ത് ടു പെയർ ഓഫ് ഈക്വൽ, ടു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ടു സൈഡ്സ് ഈക്വൽ ആണ്, ഈ ടു സൈഡ്സ് ഈക്വൽ ആണ്. ടു പെയർസ് ഓഫ് ഈക്വൽ കോൺസിക്യൂട്ടീവ് സൈഡ്സ്. കോൺസിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്നത്. അപ്പൊ ഈ രണ്ട് പേരും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അടുത്തടുത്ത് വരുന്ന രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള പെയർ. അപ്പൊ ഇവിടെ ഏതൊക്കെയായിരിക്കും ഈക്വൽ ആയിട്ട് വരുന്നത്? എ ബി ഈക്വൽ ടു എ ഡി ആൻഡ് ഹിയർ ബി സി ഈക്വൽ ടു ഡി സി. അപ്പൊ ഇവിടെ ഈ സിമ്പിൾ, ഇവിടെ ഒരു വൺ ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഈക്വൽ സൈഡ്സ് ആണ്. ടു ഡബിൾ ലൈൻ കൊടുത്തിരിക്കുന്ന ഇത് രണ്ടും ഈക്വൽ ആണ്. കൈറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ടു പെയർസ് ഓഫ് ഈക്വൽ കോൺസിക്യൂട്ടീവ് സൈഡ്സ്. ടു ഡിസ്റ്റിന്റ് പെയർസ് ഓഫ്. ഡിസ്റ്റിന്റ് പെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഡിഫറെന്റ് പെയർസ്. അപ്പൊ എ ബി ഈക്വൽ എ ഡി, ദിസ് ഈസ് വൺ പെയർ, ആൻഡ് ബി സി ഈക്വൽ ഡി സി അനദർ പെയർ, and these two sides are consecutive sides. Okay, this is the speciality of a kite. Now, which are the properties of a kite? We are going to looking about the properties of kite. First property is the diagonals are perpendicular to each other. What is mean by diagonals? Diagonals is the line segment joining non-consecutive vertices. So, here diagonals are perpendicular to each other. അതായത് ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ നോൺ കോൺസിക്യൂട്ടീവ് വെർട്ടീസസ് ജോയിൻ ചെയ്ത് വരുന്ന ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പൊ ഈ എ സി എന്ന് പറഞ്ഞ ഡയഗണൽ ബി ഡിക്ക് പെർപെൻഡിക്കുലർ ആണ്. The second property, one of the diagonal bisect the other. One diagonal മറ്റു ഡയഗണലിനെ
ബൈസെക്ട് ചെയ്യുന്നു. വാട്ട് ഈസ് മീൻ ബൈ ബൈസെക്ടിങ്? ബൈസെക്ടിങ് മീൻസ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കേ, ബി ഡി എന്ന ഡയഗണലിന്റെ AC ബൈസെക്ട് ചെയ്യുന്നു. ബി ഡിയുടെ ഈ പോർഷനും ഈക്വൽ ആയിരിക്കും. പക്ഷെ AC ബൈസെക്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. ACയുടേത് ബൈസെക്ട് അല്ല. വൺ ഡയഗണൽ ഈസ് ബൈസെക്റ്റഡ് ബൈ അനദർ ഡയഗണൽ. Now about angles. Measure of angle B is equal to measure of angle D. അതാണ് ഇവിടെ M എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന മെഷർ എന്നുള്ളതാണ് കേട്ടോ. അതായത് ആംഗിൾ ബിയുടെ മെഷർമെന്റും ആംഗിൾ ഡിയുടെ മെഷർമെന്റും ഈക്വൽ ആയിരിക്കും. ബട്ട് മെഷർ ഓഫ് ആംഗിൾ എ നോട്ട് ഈക്വൽ ടു മെഷർ ഓഫ് ആംഗിൾ സി. വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി അബൌട്ട് ദ ആംഗിൾസ്? Measure of angle B is equal to measure of angle D, but measure of angle A not equal to measure of angle C. So which are the properties of a kite? Diagonals bisect each other. Not each other. One of the diagonal bisect the other, and the diagonals are perpendicular. Then measure of angle B equal to measure of angle D, and measure of angle A not equal to measure of angle C. And what is mean by kite? Kite have two distinct pairs of equal consecutive sides. That is AB equal to AD and BC equal to CD. Okay. Next is a parallelogram. Speciality of a parallelogram is two pairs of parallel sides. That is AB parallel to DC. AB parallel to DC and AD parallel to BC. This symbol represents parallel. Now we represent the sides by drawing small line like here. ഇങ്ങനെ നമ്മൾ ചെറിയൊരു ലൈൻ വരച്ചിട്ടാണ് നമ്മൾ സൈഡ് എഴുതുന്നത് എപ്പോഴും കേട്ടോ. So first of all, speciality of a parallelogram is two pairs of parallel sides, that is AB parallel to DC and AD parallel to BC. Now we are going to looking about elements of a parallelogram. Elements എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈഡ്സിന്റെ ആംഗിൾസിന്റെ ഒക്കെ സ്പെഷ്യാലിറ്റിയും അത് പെയർ ചെയ്ത് എഴുതുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഈസ് two pairs of opposite sides. Two pairs of opposite sides. Which are the opposite sides? AB and DC. AB and DC. Sides. Side AB and DC are opposite sides, and the side AD and BC are opposite sides. So first element is two pairs of opposite sides. Next is four pairs of adjacent sides. First is two pairs of opposite sides. Second is four pairs of adjacent sides. What is mean by adjacent sides? Adjacent sides means തൊട്ടടുത്തടുത്ത് വരുന്ന. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 6th സ്റ്റാൻഡേർഡിലൊക്കെ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡ്ജസന്റ്. ഇപ്പൊ ഈ ബുക്ക് എടുക്കുവാണെങ്കിൽ ബുക്കിന്റെ ഈ സൈഡും അഡ്ജസന്റ് സൈഡ്സ് ആണ്. ഓപ്പോസിറ്റ് ദീസ് ടു സൈഡ്സ് ആർ ഓപ്പോസിറ്റ് സൈഡ്സ്. ദീസ് ടു സൈഡ്സ് ആർ opposite sides. These two are adjacent sides, one pair. Then these two are adjacent sides, another pair. And these two are adjacent, another pair. So total four pairs of adjacent sides. So we are going to write which are the adjacent sides here. Here AB and BC. These two are adjacent sides. So side AB and side BC are adjacent sides. First pair. Then BC and CD. Okay. So BC, side BC and CD are next adjacent pairs. Next is CD and DA. CD and DA. Both are adjacent sides. And last pair is DA and AB. DA and AB are adjacent sides. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അഡ്ജസന്റ് സൈഡ്സ് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇതുപോലെ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കണ്ടിന്യൂസ് എഴുതി പോവുക. AB BC, നെക്സ്റ്റ് ഈസ് BC CD, നെക്സ്റ്റ് ഈസ് CD AD, നെക്സ്റ്റ് ഈസ് AD AB. ഓക്കെ, എപ്പോഴും എല്ലാവരും തെറ്റിക്കുന്ന ഒരു ഭാഗമാണ് അഡ്ജസന്റ് സൈഡ് എഴുതുക എന്നുള്ളത്. അപ്പൊ അഡ്ജസന്റിന്റെ മീനിങ് ആദ്യം മനസ്സിലാക്കുക. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന സൈഡ്സ്. ഇവിടെ ഫോർ പെയർസ് ഓഫ് അഡ്ജസന്റ് സൈഡ്സ് ഉണ്ട്. നമ്മൾ AB സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇതും അഡ്ജസന്റ്. ഓക്കെ, ഇനി ഇത് വിട്ടിട്ട് ഇതും അഡ്ജസന്റ്. നെക്സ്റ്റ്
ഇതും adjacent. Next ഇതും adjacent. Okay, all of you got. I think all of you got. Next is two pairs of opposite equal angles. What is the speciality? Two pairs of opposite equal angles. That is A and C. Angle A and C are equal and angle B and D are equal. So third element, angle A equal to angle C and angle B equal to angle D, and these are opposite angles. Now same like these adjacent sides, angles also four pairs of adjacent angles. ഈ സൈഡ്സിനെ പോലെ തന്നെ ആംഗിൾസും ഫോർ പേഴ്സ് അഡ്ജസന്റ് ആംഗിൾസ് ഉണ്ട്. അടുത്തടുത്ത് വരുന്ന ആംഗിൾസ് അഡ്ജസന്റ് ആംഗിൾസ്. സോ ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ആർ അഡ്ജസന്റ് ആംഗിൾസ്. നെക്സ്റ്റ് ഈസ് ബി ആൻഡ് സി. ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി ആർ അഡ്ജസന്റ് സൈഡ്സ്. Next is angle C and angle D. C and angle D are adjacent sides, and angle D and angle A are adjacent side. Note the sides, angles. So like sides, angles also four pairs of adjacent angles. So these are four elements of a parallelogram. That is sides in angles in base ചെയ്തുള്ള ഫോർ എലമെന്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ പാരലോഗ്രാമിന് ഫോർ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഓഫ് ഈക്വൽ ലെന്ത്. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ലെന്ത് ആണ്. നിങ്ങൾ അതൊക്കെ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. പാരലോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ലെന്ത്. അപ്പൊ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. These two sides are also equal. Okay. Next is opposite angles of a parallelogram are equal of measure. Already we said. അതായത് ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, മെഷർ ഈക്വൽ ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ മെഷറും ഈക്വൽ ആണ്. ആൻഡ് തേർഡ് ഈസ് അഡ്ജസന്റ് ആംഗിൾസ് ഇൻ എ പാരലോഗ്രാം ആർ സപ്ലിമെന്ററി. യു നോ വാട്ട് ഈസ് മീൻ ബൈ സപ്ലിമെന്ററി? സപ്ലിമെന്ററി മീൻസ് സം ഓഫ് ടു ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. അതായത് ഈ ടു ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഈ ടു ആംഗിൾസ് ആഡ് ചെയ്താലും 180 ഡിഗ്രി. അഗൈൻ ദീസ് ടു ആംഗിൾസ് ആഡ് ചെയ്താലും 180. ദീസ് ടു ആംഗിൾസ് ആഡ് ചെയ്താലും 180 ഡിഗ്രി. സപ്ലിമെന്ററി മീൻസ് സം ഈസ് 180 ഡിഗ്രി. സോ പാരലോഗ്രാംസ് അഡ്ജസന്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. അഡ്ജസന്റ് സ്പെഷ്യൽ ആയിട്ട് പറയുന്നുണ്ട്. ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ല, അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി. ആൻഡ് ലാസ്റ്റ് പ്രോപ്പർട്ടി ഈസ് the diagonals of a parallelogram bisect each other. പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിട്ട് ടു ഡയഗണൽസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബൈസെക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉള്ളതും ഇങ്ങോട്ടുള്ളതും ഈക്വൽ ആയിരിക്കും. ഇവിടെ തൊട്ട് ഇങ്ങനെ ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ളതും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ നമ്മള് ഇതുപോലെ സൈഡ്സ്, അഡ്ജസന്റ് സൈഡ്സ്, അഡ്ജസന്റ് ആംഗിൾസ്, ഓപ്പോസിറ്റ് ആംഗിൾസ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഇതിങ്ങനെ എഴുതാനായിട്ട് പഠിക്കണം. അതുപോലെ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കണം. ഓക്കെ, ടുഡേ വി ലേൺഡ് അബൌട്ട് 3 സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് which are the trapezium, kite and parallelogram. What is the speciality of trapezium? One pair of parallel sides. Okay, and what is the speciality of kite? Equal adjacent sides. Two pairs of equal adjacent അല്ലെങ്കിൽ consecutive sides. Which are the properties of kite? The diagonals are perpendicular to each other and one diagonal bisect one other diagonal, and measure of angle B equal measure of angle D, but angle A is not equal to angle C. Next we learned about parallelogram. What is the speciality of parallelogram? Two pairs of opposite parallel sides. പാരലോഗ്രാം എന്ന് വിളിക്കാൻ കാരണം ടു പേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. അതുകൊണ്ടാണ് പാരലോഗ്രാം എന്നുള്ള നെയിം വന്നത്. നമ്മൾ അതിന്റെ എലമെന്റ്സ്, ഓപ്പോസിറ്റ് സൈഡ്സ്, അഡ്ജസന്റ് സൈഡ്സ്, ഓപ്പോസിറ്റ് ആംഗിൾസ്, അഡ്ജസന്റ് ആംഗിൾസ്, അങ്ങനെ 4 എലമെന്റ്സ് പഠിച്ചു. അതുപോലെ 4 പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കി. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ, ദെൻ adjacent angles supplementary. So study well these properties
Okay, thank you.